തൃശ്ശൂരിൽ പുലികൾ തെളിഞ്ഞു തുടങ്ങി, വയറുകളിൽ പുലിമുഖങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഇതേവിടെ എല്ലാവരും തന്നെ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇതേ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ വിയ്യൂരിലാണുള്ളത്. വിയ്യൂരിൽ ഇതേ ഇപ്പോൾ രാജേട്ടനും സംഘവുമാണ് ഇവിടെ പുലിമുഖങ്ങളൊക്കെ തന്നെ വരയ്ക്കുന്നത്. രാജേട്ടൻ അവിടെ തിരക്കിലാണ്. മറ്റൊരു രാജേട്ടനുണ്ട് ഇവിടെ. രാജേട്ടൻ വര തന്നെയാണ്. രാജേട്ടാ, എന്താ ഈ വരകളൊക്കെ? വരകൾ ഇതേ പുരോഗമിക്കുന്നു. പുലിയുടെ ഫിഗറാണ് വരച്ചോണ്ടിരിക്കുന്നത്. മൊത്തം കലാകാരന്മാരാണ് ഇവിടെ. അതായത് വര, പുലിവര മാത്രമല്ല, അവരൊക്കെ പലരും പലതരത്തിലുള്ള പല കലാമേഖലകളിലും പെട്ടവരും ഞങ്ങള് കൊത്തുപണി ചെയ്യുന്നവരാണ്. ഈ രാജേട്ടൻ ഒരു പ്രത്യേകത, രാജേട്ടൻ നന്നായി പാട്ട് പാടുന്ന ഒരു കക്ഷി കൂടിയാണ്. ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടും. അപ്പൊ തുടങ്ങാം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കും മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കും മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേട്ടന്റെ തപ്പ് വേണം. നാദസരം വേണം, തകിലു വേണം, പിന്നെ കാശാൻ ചേട്ടന്റെ തപ്പ് വേണം. അടിപൊളി പാട്ടാണ്. എന്തായാലും ചേട്ടാ ഉഷാറായിട്ട് വരകൾ എന്തായാലും നടക്കട്ടെ. വരയുടെ ഇടയിലേറെ ചെറുതെറ്റൊക്കെ പറ്റിയിട്ട് ക്ഷമിക്കണം. വരയുടെ ഇടയിൽ ഇതൊക്കെ നടക്കില്ലേ, അതല്ലേ ഓളം എന്ന് പറയുന്നത് അല്ലേ ഹിമ? കണ്ടങ്ങനെ പോവാ. ഇവിടെ ആദ്യത്തെ ഔട്ട്ലൈൻ ഒക്കെ വരച്ച് അങ്ങനെ സെറ്റ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പുലികളെ കാണാം. ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ചേട്ടാ, ഇത് ഏത് പുലിനെ വരയ്ക്കണേ? ഇത് പുള്ളിപ്പുലി. പുള്ളിപ്പുലി. ഓക്കെ, പുള്ളിപ്പുലി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശീമക്കൊന്നവടിയാണ് ഇവരുടെ മെയിൻ. കൈ കുറെ നേരം കൈ കഴിക്കും. അപ്പോ കൈ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ കുറെ നേരം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാത്ത വരില്ല. അപ്പൊ താങ്ങിനാണ് ആൾക്കൊരു ബലം കിട്ടാൻ വേണ്ടിട്ട്. അതെ, വടി ഒരു ബലാണല്ലേ തന്നെയാണ്. അപ്പൊ ഈ ഒരു വടിയുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആശ്വാസം? പുലി ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസം. അത് നിങ്ങൾ കുറെ നേരം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് വെക്കുമ്പോ കൈ അടച്ചു പോകുമല്ലോ അല്ലെ? കൈ അടച്ചു പോകും. അപ്പൊ ഇത്തവണ വിയൂരിന്റെ ഒരു ആത്മവിശ്വാസം എന്താണ് ചേട്ടാ? സമ്മാനം ഞങ്ങൾ അടിച്ചിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പവറിൽ തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ ഇപ്രാവശ്യം ഫോറസ്റ്റ് പിന്നെ മെറ്റാലിക് പെയിന്റ് അടിക്കുന്നുണ്ട്, അത് അപ്പുറത്ത് അടിക്കുന്നുണ്ട്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതെ, അത്ര തന്നെ പവറാണ് ഇവിടെ. എല്ലാവരും തന്നെ പവറാണ്. എന്തായാലും നമുക്ക് ശ്യാമിലിക്ക് കൂടി പോയിട്ട് വരാം. അവിടെ സീതാറാമില് ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാമ, ഇവിടെ ഇപ്പോൾ വരയൊക്കെ തുടങ്ങി, ഓരോ പുലികളും തയ്യാറായി തുടങ്ങി. കുറെ വെറൈറ്റികൾ ഇവരുടെ കയ്യിലുണ്ട്, സസ്പെൻസുകളുണ്ട്. അപ്പൊ എന്താ അതൊക്കെ വരും വഴിയെ അറിയാന്നാണ് അവര് നമ്മളോട് പറയുന്നത്.